കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓപ്പൺ സിക്കിൾ ലോ അതുപോലെ ഓപ്പൺ സിക്കിൾ ഹൈയുടെ മോഡിഫൈഡ് സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ സാധാരണയായിട്ട് ഓപ്പൺ സിക്കിൾ ലോ ഇതായിരിക്കും ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ക്യാൻഡിൽ വരുമ്പോൾ നോർമൽ കേസിൽ നമ്മൾ ഈ ക്ലോസിംഗ് പ്രൈസിലായിരിക്കും നമ്മൾ ബൈ എടുക്കാറ്. ഈ ഒരു ക്ലോസിംഗ് പ്രൈസിൽ നമ്മൾ ബൈ എടുക്കും. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെവലിന് താഴെ, അതായത് ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് നല്ല രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ വലിയൊരു ക്യാൻഡിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ചില സമയത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെറിയൊരു ലോ ഇതുപോലെ എടുക്കും. അതിനുശേഷമായിരിക്കും മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷിൽ പോവാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഓപ്പണും ലോയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മളിതുപോലെ മാർക്ക് ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ റീട്രേസ് ചെയ്ത് വരാണെങ്കിൽ, ഇതുപോലെ താഴേക്ക് റീട്രേസ് ചെയ്ത് വരാണെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റിൽ, അതായത് ഈ ഓപ്പൺ പ്രൈസിൽ തന്നെ നമ്മൾ ബൈ എടുക്കും. താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു സ്റ്റോപ്പ് ലോസേ വരുന്നുള്ളൂ. സാധാരണ നമ്മൾ ഇവിടെയൊക്കെ ബൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്റ്റോപ്പ് ലോസ് വരും. കാരണം ലോയ്ക്ക് താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ. പക്ഷേ ഇവിടെയാണെങ്കിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസേ വരത്തുള്ളൂ. ഇത് അനുസരിച്ച് ബൗൺസ് ചെയ്ത് കയറാറുണ്ട്. എന്നാൽ മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് ചെയ്തു, ഈ ഒരു താഴത്തെ ലോ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ സെല്ല് ചെയ്യുന്നു. സെല്ല് ചെയ്തിട്ട് ഈ ഒരു ഓപ്പൺ പ്രൈസിൻ്റെ മുകളിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് എൻട്രി കിട്ടാനും ചാൻസ് ഉണ്ട്. അതായത് ഈ ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറണമെങ്കിൽ നമുക്ക് ബൈ എടുക്കാം, അതല്ല ഈ ലെവൽ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിൽ എടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് സ്റ്റോപ്പ് ലോസ് ചെറുതായിരിക്കും. അപ്പോൾ ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ സെല്ലിലും കാണുന്നത്. അതായത് ചില ക്യാൻഡിൽസ് നമുക്ക് ഓപ്പൺ സിക്കിൾ ടു ഹൈ ക്യാൻഡിൽസ് നമ്മൾ സാധാരണ പിന്നെ ഇത് ഓപ്പൺ സിക്കിൾ ടു ഹൈ ക്യാൻഡിൽ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സാധാരണയായിട്ട് ഇങ്ങനെ ഒരു ക്യാൻഡിൽ വരാണെങ്കിൽ ഈ ഒരു ക്ലോസിൽ തന്നെ നമ്മൾ സെല്ല് ചെയ്യാറുണ്ട്. നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ആണത് ഈ ഒരു ലെവലിൽ ഹൈക്ക് മുകളിലായിരിക്കും. അപ്പോഴും നമുക്ക് സ്റ്റോപ്പ് ലോസ് നല്ല രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഈ ഒരു ഓപ്പണും ഹൈയും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ചില സമയത്ത് ഇതുപോലെ ചെറിയ ഡിഫറൻസ് വരും. അത്തരം സ്റ്റോക്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതും ഇതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യും, ആ ഒരു ഓപ്പൺ പ്രൈസും ഹൈയും. പിന്നീട് മാർക്കറ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യും. തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് ആണ്. ഇപ്പോൾ ഈ ലെവലും മുകളിലത്തെ ലെവലും ബ്രേക്കൗട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ ആ മുകളിൽ നമ്മൾ ബൈ ചെയ്യും. ഇവിടെ തൊട്ട് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസേ വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ്, നമ്മൾ ഈ ഒരു ഓപ്പണും ഈ ലോയും തമ്മിൽ, അല്ലെങ്കിൽ ഓപ്പണും ഹൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ സാധാരണ ഏറ്റെടുക്കുന്നത് 0.2% ആണ്. അതായത് 0.2% ഉള്ളിലുള്ള സ്റ്റോക്സുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മാനുവലായിട്ട് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഫയേഴ്സിൻ്റെ API യൂസ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 9:20 ഞാൻ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തത്. അത് ആദ്യം തന്നെ ഓതൻറ്റിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഫയേഴ്സ് ലോഗിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഓതൻറ്റിക്കേഷൻ കോഡ് കിട്ടും. അത് ജസ്റ്റ് ഇത് കോപ്പി ചെയ്യാം, നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി അപ്ഡേറ്റ് ചെയ്ത മെസ്സേജ് കാണാം. ഇത് നമുക്കുള്ള ടൈം ഞാനൊരു 5 സെക്കൻഡായിട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു 5 സെക്കൻഡ് ഇത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്. അതിനുശേഷം സ്റ്റാർട്ട് അപ്ഡേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് 94 സ്റ്റോക്സുകൾ ബെയറിഷ് ആണ്. അപ്പോൾ മാർക്കറ്റിന് നല്ല രീതിയിൽ ഡൗൺ ആണ്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്സുകൾ ബെയറിഷ് ആണെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺ ആയിരിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ സ്റ്റോക്സുകൾ ബുള്ളിഷിൽ വരാണെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അപ്പ് സൈഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ബുള്ളി സ്റ്റോക്സിൽ വരുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ITC വന്നിട്ടുണ്ട് ബുള്ളി സ്റ്റോക്സ് ലിസ്റ്റിൽ. നമ്മൾ ജസ്റ്റ് ITCയുടെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ITC അപ്പ് സൈഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓപ്പണും ലോയും തമ്മിലുള്ള ഡിഫറൻസ് ചെറുതാണ്. നമ്മൾ ജസ്റ്റ് ആ ലെവലൊന്ന് മാർക്ക് ചെയ്തിടാം. അപ്പോൾ ഈ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് റിട്രേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ബൈ എടുക്കാം. അതല്ല താഴേക്ക് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ITC ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ ആദ്യം വരുന്ന ഒരു 4-5 സ്റ്റോക്സിൽ മാത്രമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ വാച്ച് ലിസ്റ്റിൽ. നമുക്ക് എല്ലാ സ്റ്റോക്സുകളും വാച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഓപ്പൺ ചെയ്ത സമയത്ത്, അതൊരു 9:20 മുതൽ ഒരു 9:25-30 വരെയുള്ള സ്റ്റോക്സുകൾ, അതാണ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. ബാക്കി സ്റ്റോക്സുകളൊക്കെ ഒന്ന് ബെയറിഷ് ട്രെൻഡ് ആണ്. ഓക്കെ, ഇപ്പോൾ 2 സ്റ്റോക്സുകൾ വേറെ എവിടെയും വന്നിട്ടുണ്ട്. ക്യാൻഫിൻ ഹോം വന്നിട്ടുണ്ട്, ഗോദ്രേജ് പ്രോപ്പർട്ടീസും വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ക്യാൻഫിൻ ഹോം നോക്കാം. ഓക്കെ, ക്യാൻഫിൻ ഹോമും നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യാം. ലോയും ഓപ്പണും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഓപ്പണിംഗ് ക്യാൻഡിലിൻ്റെ. ഓക്കെ,
ഇനി അടുത്ത സ്റ്റോക്സ് നോക്കാം. അപ്പോൾ അത് മുമ്പ് നമുക്കിത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അടുത്തത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നല്ല രീതിയിൽ അപ്സൈഡ് പോകുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് ആ ലെവൽസ് മാർക്ക് ചെയ്യാം. അതും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. പിന്നെ എ ബി ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. അപ്പോൾ എ ബി ക്യാപിറ്റലിലൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഓപ്പൺ സിഗിൾ ടു ഹൈ വരുന്ന ഒരു സ്റ്റോക്ക് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഓപ്പൺ സിഗിൾ ലോയുള്ള സ്റ്റോക്സ് ആണ് സെലക്ട് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഓപ്പൺ സിഗിൾ ടു ഹൈ ഒരു സെല്ലിങ്ങിന് വേണ്ടി സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വരണം. എന്നാൽ മാത്രമേ നമുക്ക് തൊട്ടടുത്തുള്ള സ്റ്റോക്സ് കിട്ടുള്ളൂ. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു 5 സ്റ്റോക്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും സ്റ്റോക്സിൽ നിന്ന് എൻട്രി കിട്ടും നമുക്ക് ചെക്ക് ചെയ്യാം ഇന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്പണിംഗ് ക്യാൻഡിൽ. ആ ഒരു ഹൈയും ഓപ്പൺ പ്രൈസും ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി മാർക്കറ്റ് ആ ലെവലിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു സെൽ എൻട്രിക്ക് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റോക്സ് കൂടി നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ 5 സ്റ്റോക്സ് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ സ്റ്റോക്സുകളിലൊക്കെ എങ്ങനെയാണ് ഇന്ന് പെർഫോമൻസ് നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ട് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓപ്പണും ഹൈയും തമ്മിലുള്ള ആ ലെവൽസ് മാർക്ക് ചെയ്തു. എക്സാക്റ്റ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എക്സാക്റ്റ് ആ ലെവലിൽ ടച്ച് ചെയ്തു. അവിടെ നിന്ന് നല്ല രീതിയിൽ സെല്ല് വന്നുകൊണ്ടോ, നല്ല രീതിയിലൂടെ സെല്ല് വന്നിട്ടുണ്ട്. ആ ലെവലിൽ എക്സാക്റ്റ് ടച്ച് ചെയ്തിട്ടാണ് സെല്ല് വന്നിരിക്കുന്നത്. പിന്നെ ആദിത്യ ബിർള ആയിരുന്നു നമ്മളിവിടുന്ന് എ ബി ക്യാപിറ്റൽ. പക്ഷേ എ ബി ക്യാപിറ്റൽ താഴേക്ക് വന്നെങ്കിലും നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തില്ല. തൊട്ടടുത്ത് വരെ വന്നിട്ടാണ് തിരിച്ചു കയറിപ്പോയത്. നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തെങ്കിൽ നമുക്കൊരു എൻട്രി കിട്ടിയേനെ. പിന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസും നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്തിരുന്നില്ല. പിന്നെ ക്യാൻഫിൻ ഹോമും അതുപോലെ തന്നെ ആ ലെവലിൽ ടച്ച് ചെയ്തില്ല. ആൾമോസ്റ്റിൻ്റെ അടുത്ത് വരെ വന്നു, പക്ഷേ ടച്ച് ചെയ്തില്ല. പിന്നെ ITC കണ്ടോ, ആ ലെവലിൽ ബ്രേക്കൗട്ട് ചെയ്തു. ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തു, അതിനുശേഷം നല്ല രീതിയിൽ താഴേക്ക് വേണ്ടോ. നമുക്കിവിടെ ബ്രേക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സെല് ചെയ്താലും തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാണ്, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വരത്തുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ താഴേക്ക് വന്നു. അപ്പോൾ നമുക്ക് ITCയും അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ് കിട്ടിയത്. രണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നു. ബാക്കി 3 സ്റ്റോക്സിൽ നമ്മൾ ലെവൽസ് ടച്ച് ചെയ്തില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 9:20 അതിൽ 9:25 വരെയുള്ള സ്റ്റോക്സുകൾ ഇങ്ങനെ 3-4 സ്റ്റോക്സുകൾ ഫിൽറ്റർ ചെയ്തെടുക്കും. അത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഓരോ സ്റ്റോക്സുകൾ മാറി മാറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതെങ്കിലും സ്റ്റോക്സിൽ ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ എൻട്രി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഈ സോഫ്റ്റ്വെയറിനെ പറ്റി പറയാം. അപ്പോൾ നമ്മളിവിടെ ക്രെഡൻഷ്യലിലാണ് നമ്മൾ ക്ലയൻറ്റ് ഐഡിയും സീക്രട്ട് കീയും കൊടുക്കുന്നത്. അത് നമുക്ക് ഫയൽസിൽ ഫ്രീ ആയിട്ട് API കിട്ടുന്നതാണ്. ആ ഒരു APIയുടെ കീയും സീക്രട്ട് കീയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കൺട്രോൾസിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം പ്രൈസ് ഡിഫറൻസ് അത് 0.2 ആണ്. അത് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് എടുക്കുന്നത് 0.2 ആണ്. അതായത് ഓപ്പണും ലോയും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ ഓപ്പണും ഹൈയും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 0.2%. അപ്പോൾ നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് അത്ര വരത്തുള്ളൂ. പിന്നെ അപ്ഡേറ്റ് സ്പീഡ് അത് നമുക്ക് ഓരോ സെക്കൻഡ് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ 30 സെക്കൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ 5 സെക്കൻഡ്സ് ഒക്കെ വേണമെങ്കിൽ 5 സെക്കൻഡ് വെച്ച് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ സെക്ഷനിൽ നമുക്ക് ബെയറിഷ് 59, ബുള്ളിഷ് 3 എന്ന് കാണാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൗണ്ട് ഡൗൺ ആണ്, എത്രമാത്രം സ്റ്റോക്സ് ബുള്ളിഷ് ഉണ്ട്, എത്രമാത്രം സ്റ്റോക്സ് ബെയറിഷ് ഉണ്ടെന്ന്. അപ്പോൾ സാധാരണ ബെയറിഷ് കൂടുതലാണെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് ഡൗൺ ആയിരിക്കും, ബുള്ളിഷ് കൂടുതലാണെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് അപ്സൈഡ് ആയിരിക്കും. അപ്പോൾ ആ വഴി നമുക്ക് മാർക്കറ്റ് ട്രെൻഡ് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു സ്റ്റോക്സിൻ്റെ LTP ചേഞ്ച്, അപ്പോൾ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് വന്നിട്ടുണ്ട്, അതുപോലെ പ്രീവിയസ് ക്ലോസ്, പിന്നെ ഓപ്പൺ ഹൈ ലോ,
പിന്നെ OH OL. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് അപ്പോൾ 0.00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പണും ലോയും സെയിം തന്നെയായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 1685 1685 സെയിം തന്നെയാണ്. അപ്പോൾ അതാണ് 0.00 വരുന്നിരിക്കുന്നത്. പിന്നെ AU ബാങ്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 0.85 കാണാം. അതായത് ഓപ്പണും ലോയും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. അതായത് ഇവിടെ ഓപ്പൺ 550 ആണ്, ലോ വന്നിരിക്കുന്നത് 549.15 കേട്ടോ, ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഡിഫറൻസ് ഉള്ള സ്റ്റോക്സുകളാണ് ഞാൻ സാധാരണ സെലക്ട് ചെയ്യാറ്. അപ്പോൾ ആ ഡിഫറൻസ് ആണ് നമ്മൾ മാർക്ക് ചെയ്തത്, അതായത് 550 549.15 ആ രണ്ട് ലെവൽസ് മാർക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 565.70 ആണ്. അപ്പോൾ മാർക്കറ്റ് പിന്നെ എപ്പോഴാണ് ഈ ഒരു 550 549 ലെവൽ വരുന്നത്, ആ ലെവലിൽ നമുക്ക് ബൈ എൻട്രി ഉണ്ടെങ്കിൽ നമ്മൾ ബൈ എടുക്കും. അതിന് 549.15 താഴെ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇനി സെല്ലിൻ്റെ കേസ് വരാണെങ്കിൽ നമ്മൾ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു MRF ഒക്കെ ആണെങ്കിൽ അപ്പോൾ 0.33% ആണ് കാണിക്കുന്നത് ഡൗൺ. അപ്പോൾ അതിൻ്റെ ഹൈയും ലോയും നമ്മൾ ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പോൾ 169.75 പോയിൻറ്റ്സ് ഡിഫറൻസ് ഉണ്ട്. ആ ലെവൽസ് നമുക്ക് ഇവിടെ ചാർട്ടിൽ മാർക്ക് ചെയ്യാം. പിന്നെ മാർക്കറ്റ് റിട്രേസ് ചെയ്ത് ആ ലെവലിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ സെല്ല് ചെയ്യണത്. അതിന് മുകളിൽ, അതായത് നമ്മൾ ആ ഒരു ഹൈക്ക് മുകളിലാണ് സ്റ്റോപ്പ് ലോസ് കാണാറ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ചില സമയത്ത് ബുള്ളിഷ് സ്റ്റോക്കുകൾ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുള്ളിഷ് സ്റ്റോക്കുകൾ കണ്ടിരുന്നില്ല, പിന്നീടാണ് ബുള്ളിഷ് സ്റ്റോക്കുകൾ കയറി വരുന്നത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു LTP കഴിഞ്ഞ പ്രീവിയസ് ക്ലോസിന് മുകളിൽ പോകുമ്പോഴാണ് ആ ഒരു ഇവിടെ നമുക്ക് ട്രെൻഡ് ബുള്ളിഷായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അത് വെറുതെ ബ്രേക്കൗട്ട് ചെയ്താൽ മാത്രം പോരാ, നല്ല വോളിയത്തിൽ തന്നെ ആയിരിക്കണം ബ്രേക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ബുള്ളിഷ് ട്രെൻഡ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം ബുള്ളിഷ് ട്രെൻഡുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ലെവൽസ് മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് താഴെ റിട്രേസ് ചെയ്ത് ആ ലെവലിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ചറിയാൻ ചാൻസ് കൂടുതൽ കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ച് പേര് ചോദിച്ചു ചാർട്ടിങ്ങിൽ ഈ ഒരു സ്കാനർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ ചാർട്ടിങ്ങിൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ എനിക്കറിയത്തില്ല, കാരണം നമ്മൾ ഒരുപാട് കണ്ടീഷൻസിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 0.2 കണ്ടീഷൻ മാത്രമല്ല, നമ്മൾ പ്രീവിയസ് ഡേ ക്ലോസ് ബ്രേക്ക് ചെയ്യണം, അതുപോലെ തന്നെ നല്ല വോളിയത്തിൽ തന്നെ വേണം ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾക്ക് ചാർട്ടിങ്ങിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടിങ്ങിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എനിക്ക് ദിയ ഇൻഫോ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്തെന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ദിയ ഇൻഫോ സൊല്യൂഷൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് സ്കാനർ വർക്ക് ചെയ്യുന്നത് 5 ഡേയ്സിൽ മാത്രമായിരിക്കും. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് ചെക്ക് ചെയ്യാമെങ്കിൽ മാനുവലായിട്ട് ചെക്ക് ചെയ്യാം. അതായത് ഓപ്പണും ലോയും അല്ലെങ്കിൽ ഓപ്പൺ ഹൈ നമ്മൾ ചെറിയ ഡിഫറൻസ് ഉള്ള സ്റ്റോക്സ് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്താൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ നല്ല വോളിയം കൂടിയും ചെക്ക് ചെയ്യണം. വോളിയം ഉണ്ടെങ്കിൽ മാത്രമേ സെലക്ട് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.